ഹായ് ഫ്രണ്ട്സ്, ഹലോ വേൾഡ് ചാനലിലേക്ക് ഇന്ന് രാത്രിയും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് എൻ്റെ പരിമിതമായ അറിവുകൾ കൊണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഈ സെൻട്രൽ ബഡ്ജറ്റ് 2025 നമുക്ക് ഒരുപാട് ഇളവുകൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ചില പോളിസീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ സംസാരിക്കുന്നത്. അതായത് ആയുധ ഇടപാടുകളിൽ ഇന്ത്യ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. അത് അത്യാധുനിക ആയുധങ്ങൾ ലോകരാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഫ്രാൻസ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ വിനാഗ് റോക്കറ്റ് ലോഞ്ചർ വാങ്ങും. പാരീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ കരാറ് ഒപ്പുവെച്ചിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ്. ആദ്യമായിട്ടാണ് നമ്മളിൽ നിന്നും അവർ ആയുധങ്ങൾ വാങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയും വർദ്ധിപ്പിച്ചിരിക്കുക. ഇന്ത്യ 100-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2029 പ്രതിരോധ കയറ്റുമതി വഴി 50,000 കോടി രൂപയാണ് ഇന്ത്യക്ക് ലാഭം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയ്ക്കായിട്ട് ഇന്ത്യ 6.81 ലക്ഷം കോടിയാണ് ഇപ്രാവശ്യം ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇടത്തരക്കാർക്ക് ലക്ഷ്മി കടാക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഇടത്തരക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ടെന്നാണ് ഇതിനർത്ഥം. അതായത് ഉദ്യോഗസ്ഥന്മാർക്കും ഇടത്തര വരുമാനക്കാർക്കും 12 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിന് ആദായ നികുതിയില്ല. ദാറ്റ്സ് എ ഗുഡ് തിങ്. അതേസമയം സമുദ്ര വ്യവസായങ്ങളെയൊക്കെ സഹായിക്കാനായിട്ട് 25,000 കോടി മുതൽ മുടക്കുമായി മാരിടൈം ഡെവലപ്മെൻറ്റ് ഫണ്ട് രൂപീകരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. പിന്നെ പല സാധനങ്ങൾക്കും വില കുറയുന്നുണ്ട്. അതായത് മൊബൈൽ ഫോണ്, LED LCD TV, മൊബൈൽ ഫോൺ ബാറ്ററി, ക്യാമറ പാർട്സ്, USB കേബിള്, പിന്നെ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ, ഇതിനൊക്കെ വില കുറയുന്നുണ്ട്. സ്വർണത്തിന് വില കുറയും. എന്തുകൊണ്ടെന്നാൽ സ്വർണത്തിൻ്റെ കസ്റ്റംസ് തീരുവ 25% ആയിരുന്നു. അതിൽ നിന്നും 20% കുറച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണത്തിന് വില കുറയും. അതും നമ്മൾക്ക് ഒരാശ്വാസമാണ്. അതുപോലെ തന്നെ പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പലരും. അത് നികുതി 25% നിന്നും 6.4% കുറയ്ക്കും. അങ്ങനെ പല കാര്യങ്ങളിലും ഈ ബഡ്ജറ്റ് സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് ഒരനുകൂലമായൊരു ബഡ്ജറ്റായിട്ടാണ് മാറിയിരിക്കുന്നത്. അതുപോലെ ക്യാൻസർ, അതുപോലെയുള്ള ഗുരുതര രോഗങ്ങൾക്കുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. എന്ന് പറഞ്ഞാൽ ഇവയെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ വില കുറയും. ഇതിനൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് മരുന്ന്, ഇതിനെല്ലാം വിലക്കുറവുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് 5 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നതായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ചില ഉപാധികളുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ കർഷകർക്കും ഈ ബഡ്ജറ്റ് ഒരു അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദായ നികുതിയിലേക്ക് പോവുകയാണെങ്കിൽ 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. ഇത് ആർക്കാണ് ആശ്വാസമെന്നറിയാം? 7.5 crores ജീവനക്കാർക്ക് ഇത് ആശ്വാസമാണ്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഖജനാവിന് 1 ലക്ഷം കോടി രൂപ നഷ്ടമാണ്. ഈ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഖജനാവിന് 1 ലക്ഷം കോടിയാണ് നഷ്ടം. അതായത്
ശരാശരി 1,00,000 രൂപ വരെ പ്രതിമാസ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല എന്നാണ് ഇതിന് അർത്ഥം. ഇപ്പോൾ ശമ്പളക്കാർക്ക് 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ പ്രതിവർഷം 12.75 ലക്ഷം വരെ ആദായ നികുതിയില്ല. അങ്ങനെയും നമുക്ക് പ്രയോജനമുണ്ട്. അതുപോലെ തന്നെ ഈ ആദായ നികുതിയുടെ സ്ലാബുണ്ട്. 4ൻ്റെ ഗുണിതങ്ങളായിട്ട് 7 ആദായ നികുതി സ്ലാബുകൾ. നിലവിൽ 6 അതിപ്പോൾ 7 പുതിയ സ്ലാബ് പറയുന്നത് 12 to 24 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 70,000 രൂപ മുതൽ, അതും 1.1 ലക്ഷം വരെ ലാഭം. അങ്ങനെ ചെയ്യുമ്പോൾ മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങളുടെ 1 ലക്ഷം രൂപ വരെയുള്ളതിന് അതിൻ്റെ പലിശയ്ക്ക് TDS ഇല്ല. അത് മാറ്റി. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പകളും TDSൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ആദായ നികുതി സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇളവുകൾ നമ്മൾക്കുണ്ട്, ശമ്പളക്കാർക്കുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതുപോലെ ബിസിനസ്സുകാർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ GSTയുടെ കാര്യം പറയുകയാണെങ്കിൽ ജനുവരി മാസത്തെ തന്നെ GST ശേഖരണം എന്ന് പറയുന്നത് 1.96 ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നത്. GST ഗവൺമെൻറ്റിന് കൊടുക്കുന്ന GSTയുടെ കണക്കായി പറഞ്ഞത്. അങ്ങനെ ഉള്ള കാര്യങ്ങളും നമുക്ക് വളരെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതുപോലെ GSTയുടെ വരുമാനമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പലരും GST കൃത്യമായിട്ട് അടയ്ക്കുന്നു എന്നാണ് അതിന് ഉള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം അതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി 778.17 കോടി ശബരിമലയ്ക്ക് വേണ്ടി സംസ്ഥാനം മാറ്റിവെച്ചിരിക്കുക സംസ്ഥാന ബഡ്ജറ്റിൽ. അതുപോലെ പമ്പ മണപ്പുറത്തിനാണെന്നുണ്ടെങ്കിൽ 207.48 crores അത് പമ്പ മണപ്പുറത്തിന് മാറ്റിവെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ശബരിമല എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1033.68 കോടി മാസ്റ്റർ പ്ലാനിനകത്താണ് ഈ ശബരിമലയെ മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സന്നിധാനത്തിന് 778.17 കോടി സന്നിധാനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിപ്പുണ്ട്. പമ്പ മണപ്പുറത്തിനാണെങ്കിൽ 207.48 crores. പിന്നെ പമ്പ മുതൽ സന്നിധാനം വരെ നടപ്പാത വികസനത്തിന് 47.97 കോടിയുടെ പദ്ധതി. അങ്ങനെ ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് എമൗണ്ട് സംസ്ഥാന ബഡ്ജറ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുക. ശബരിമലയുടെ തീർത്ഥാടനത്തിന് വളരെയധികം ആവശ്യമായ ഫണ്ടുകൾ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അത് പലതും കിട്ടാതിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം റിലീസ് ചെയ്തിരിക്കുക ഫണ്ടുകളൊക്കെ. അതുപോലെ കേരളത്തിലെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ MT വാസുദേവന്മാരുടെ സ്മാരകത്തിന് 5 കോടി രൂപ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഭൂനികുതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭൂനികുതി 50% ഗവൺമെൻറ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുമൂലം ഖജനാവിലേക്ക് കിട്ടുന്ന പൈസ എത്രയെന്ന് 100 കോടി രൂപ. ഈ ഭൂനികുതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രദേശത്തിലാണെന്നുണ്ടെങ്കിൽ 8.16 വരെ 7.50 7 രൂപ 50 പൈസ. അതുപോലെ 8.16 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 12 രൂപ. നേരത്തെ അത് 8 രൂപയായിരുന്നു, ഇപ്പോൾ അത് 12 രൂപയായി. ഇത് മുനിസിപ്പൽ പ്രദേശത്തിലേക്കാണ് വരുന്നതെങ്കിൽ 2.436 വരെ 15 രൂപ. 2.43 മുകളിലാണെങ്കിൽ 22 രൂപ 50 പൈസ. അതെല്ലാം കൂടിയിരിക്കുക. ഇനി കോർപ്പറേഷൻ പ്രദേശത്തിലാണ് ഇത് വരുന്നതെങ്കിൽ 1.626 വരെ 30 രൂപ. 1.62 മുകളിലാണെങ്കിൽ 45 രൂപ. അങ്ങനെ ഭൂനികുതിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി ഭൂമി മേടിക്കുന്നവർക്കൊക്കെ, വസ്തു മേടിക്കുന്നവർക്കൊക്കെ അല്പം ബാധ്യത കൂടുതലാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ സംസ്ഥാന പാതയ്ക്കായിട്ട് 87 കോടി രൂപ ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുക സംസ്ഥാന പാതയ്ക്കിടെ വികസനത്തിനായിട്ട്. ഇന്ന് ഇപ്പോൾ
ആലപ്പുഴ ആയാലും കിഫ്ബിയുടെ ഫണ്ടിന് അതിനു വേണ്ടിയുള്ള പണികൾക്ക് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പണികൾ നടക്കുക. അങ്ങനെ സംസ്ഥാനം മുഴുവൻ റോഡുകൾ വികസിപ്പിക്കാൻ പോവുകയാണ്. റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഫണ്ടുകൾ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ബഡ്ജറ്റിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഈ ബഡ്ജറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ലാഭമാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ലാഭമാണ്. അങ്ങനെയൊരു ബഡ്ജറ്റാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിലും അതുപോലെ വളരെ സഹായകരമായ കാര്യങ്ങളുള്ള ബഡ്ജറ്റ് കേന്ദ്രത്തിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ GSTയിലൊക്കെ വരുമാനങ്ങൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ബഡ്ജറ്റിലൊക്കെ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ കിട്ടുന്നത് അനുസരിച്ചാണ് പറയുന്നത്. കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഇതിലൊക്കെ കൂടി വരും. അപ്പം നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പൈസ അത് ഒന്നുപോലും നഷ്ടപ്പെടാതെ അത് ഗവൺമെൻറ് തൻ്റെ ഖജനാവിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത് നമ്മളുടെ വികസനത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായി ടാക്സ് അടച്ച് ആ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ തുക ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത് നമ്മളുടെ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്, ബിസിനസ്സിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുവാനും അതിനനുസരിച്ച് ഉള്ള ടാക്സുകൾ കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഈ വരുമാനം കുറയുമ്പോഴാണ് ഗവൺമെൻറ് മറ്റ് കാര്യങ്ങളിലേക്ക് വരുമാനം കൂട്ടുവാനായിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ തിരിയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഈ മാസം എൻഡിൽ മന്ത് എൻഡിൽ ഗവൺമെൻറ്റിന് വരുമാനം കുറയുന്ന സമയത്താണ് വാഹനങ്ങളിലൊക്കെ പിടിക്കുകയും പെറ്റിയടക്കുകയും അതുപോലെ ഉള്ള നടപടികളൊക്കെ കൂടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഗവൺമെൻറ് വരുമാനം കുറയുന്നു. അത് ആ രീതിയിൽ എവിടെയൊക്കെ ഫൈൻ അടിക്കാമോ, ഫൈൻ അടിച്ചിട്ട് വരുമാനം കൂട്ടാമോ, ആ രീതികളിലൊക്കെ ഗവൺമെൻറ് നോക്കും. അപ്പോൾ നമ്മൾ കൃത്യമായ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ ടാക്സുകൾ നമ്മൾ കൊടുക്കുക. സെയിൽ ടാക്സ് ആയാലും കൊള്ളാം, ഇൻകം ടാക്സ് ആയാലും കൊള്ളാം, വാട്ടർ കരവായാലും കൊള്ളാം, ഇലക്ട്രിസിറ്റി ചാർജ് ആയാലും കൊള്ളാം. ഇതെല്ലാം നമ്മളാൽ കഴിയുന്നത് കൃത്യമായി ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചേർന്നതാണ് സർക്കാർ. അപ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ സർക്കാരിന് കൊടുക്കേണ്ടത് കൊടുക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇന്ന് ഈ ബഡ്ജറ്റിലെ ചെറിയ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ ഹലോ വേൾഡ് ചാനൽ കണ്ടതിനായി നന്ദി ഞാൻ പറയുക. ഇതിൻ്റെ ഈ ധനകാര്യ ഡിവിഷനിൽ നിന്നുള്ള വാർത്തകൾ നിങ്ങൾക്ക് പകർന്നു തരുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.